എല്ലാ ഇടവം രാശിക്കാർക്കും നമസ്കാരം. കാർത്തിക 2, 3, 4, രോഹിണി, മകീരം 1, 2 പാദങ്ങൾ എന്നീ നക്ഷത്രക്കാരുടെ മാസഫലങ്ങളാണ് പറയുന്നത്. ഓഗസ്റ്റ് മാസഫലങ്ങൾ. ഇടവം രാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് അനുകൂലമായിട്ടുള്ള മാസമാണ്. ഷെയർ മാർക്കറ്റ്, ലോട്ടറി തുടങ്ങിയ മേഖലയിലൂടെ ധനലാഭം ഉണ്ടാകുവാൻ ഉള്ള സാധ്യതകൾ ഉണ്ട്. ഷെയർ മാർക്കറ്റ് പോലെയുള്ള മേഖലയിൽ പണം മുടക്കുമ്പോൾ തീർച്ചയായിട്ടും നന്നായി മേഖലയെ അപഗ്രഥിച്ചതിന് ശേഷം മാത്രം മുടക്കുക. വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജാതകത്തിലെ സമയം അനുകൂലമല്ല എങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടിയാകാനുള്ള സാധ്യതകൾ ഉണ്ട്. ചാരവശാൽ അനുകൂലമാണ്, ജാതകത്തിലും അനുകൂലമായിട്ടുള്ള സമയമാണ് എങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പൂർവികമായിട്ടുള്ള സ്വത്തുക്കൾ വിൽക്കുന്നതിലൂടെയും ചിലപ്പോൾ ധനലാഭം ഉണ്ടായേക്കാം. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിലൂടെയും ധനപരമായിട്ട് അനുകൂലമായിട്ടുള്ള വരുമാനം ഉണ്ടാകാം. തീർച്ചയായിട്ടും അത്തരം താല്പര്യമുള്ള ആളുകൾ സോഷ്യൽ മീഡിയയെ ധനാഗമ മാർഗമായിട്ട് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അതിനുള്ള ഒരു ആരംഭം കുറിക്കുന്നതും വളരെ ഗുണകരമായിരിക്കും. ഭാവിയിൽ നിങ്ങൾക്കതൊരു അസറ്റായിട്ട് മാറുവാനും നല്ല ഒരു സാധ്യത ഉണ്ട്. തൊഴിൽപരമായിട്ട് ഇടവം രാശിക്കാർക്ക് അനുകൂലമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഗുണമുള്ള കാലമാണ്. ടൂറിസം, ഫാർമസി, കാറ്ററിംഗ്, ഹോട്ടൽ, ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഗുണപരമായിട്ടുള്ള കാലഘട്ടം തന്നെയാണ്. ബിസിനസ്സുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണമുള്ള കാലഘട്ടമാണ്. അത്തരത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള ഒരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ജാതകത്തിലെ സമയം അനുകൂലമാണോ എന്ന് നോക്കിയതിന് ശേഷം തീർച്ചയായും ആരംഭിക്കാവുന്നതാണ്. ആരോഗ്യപരമായി ഇടവം രാശിക്കാർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ശനി, കുജൻ എന്നിവരുടെ കൂറിലെ ബന്ധം അല്പം ചില പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. ചെറിയ ചെറിയ അപകടങ്ങൾ, അസ്ഥിക്ക് പ്രയാസങ്ങൾ, നട്ടെല്ലിനുള്ള പ്രയാസങ്ങൾ, രക്തസംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ തുടങ്ങിയവ ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതിനാൽ അതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായി ഇടവം രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള കാലഘട്ടം തന്നെയാണ്. സഹോദരങ്ങളുമായും ജനിച്ചു വളർന്ന കുടുംബവുമായും നല്ല രീതിയിൽ യോജിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും ഈ മാസം കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് തൊഴിൽ ലാഭം, സന്താനങ്ങളിലൂടെ നമ്മൾക്ക് അംഗീകാരം എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഇത്രയുമാണ് ഇടവം രാശിയുമായി ബന്ധപ്പെട്ട് ഈ മാസത്തെ ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് നൽകുക. അടുത്ത ഒരു വീഡിയോ വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.